നമസ്കാരം. വീട്ടമ്മാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വീട്ടമ്മാസിൻ്റെ എപ്പിസോഡിലൂടെ പാലപ്പവും എളുപ്പത്തിലൊരു കറിയും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ രാവിലെ ഈ കാപ്പി ഉണ്ടാക്കുക, പലഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്ന വീട്ടമ്മമാർക്ക് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അതും ഇഷ്ടപ്പെട്ട പലഹാരം ഇഷ്ടപ്പെട്ട കറിയുമായി കൊടുത്താലേ കുട്ടികൾ കഴിക്കത്തുള്ളൂ, മുതിർന്നവരാണെങ്കിലും കഴിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പം ഇഷ്ടപ്പെട്ട പാലപ്പം ഇഷ്ടപ്പെട്ട കറിയുമായിട്ട് എങ്ങനെ ഉണ്ടാക്കാം, എളുപ്പത്തിലുണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് പച്ചരി പകൽ 11 മണിയാകുമ്പോഴത്തേക്ക് വെള്ളത്തിലേക്ക് ഇടുകയാണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലോട്ടിട്ട് കുതിർക്കാനായിട്ട് ഇടുകയാണ്. എന്നിട്ട് ഞാനിത് അരയ്ക്കാനായിട്ട് രാത്രിയിലാണ് എടുക്കുന്നത്. അപ്പോൾ രാത്രിയിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് അരി നന്നായിട്ട് കുതിർന്നിരിപ്പുണ്ട്. അപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറെടുത്തു, അതിലേക്ക് കുതിർത്ത് വാരി വെച്ചിരുന്ന അരി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഇതുപോലെ തന്നെ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതുപോലെ തന്നെ ചോറ് ഒരു 3/4 കപ്പോളം, അത് വെള്ള അരി ഉണ്ടെങ്കിൽ അതാണ്, വെള്ളച്ചോറുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പം നിറം പോകത്തില്ല. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒരടി അടിച്ചതിന് ശേഷം 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഈ അരച്ചെടുക്കുമ്പോൾ നമ്മൾ രാവിലെ തേങ്ങ പൊട്ടിച്ച വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ പഞ്ചസാര ചേർത്ത് വെക്കുക. എന്നിട്ട് ഈ സമയത്ത് അരയ്ക്കുന്ന സമയത്ത് എടുത്ത് അരയ്ക്കാമെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് അരച്ച് വെക്കാൻ, ഇച്ചിരി കട്ടിക്ക്. അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇനി പഞ്ചസാരയുടെ കൂടെ തന്നെ ഒരു നമ്മുടെ സോഡാപ്പൊടി, ബേക്കിംഗ് സോഡാപ്പൊടി ഞാനൊരു അര ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഈസ്റ്റ് ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഈ ഒരു സ്റ്റേജിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ നമ്മൾ പാലപ്പത്തിൻ്റെ കൂടെയുള്ള ഗ്രീൻ പീസും തലേ ദിവസമേ വെള്ളത്തിലിടുക. അപ്പോൾ വെള്ളത്തിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെച്ചു. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ഗ്രീൻ പീസ് നന്നായിട്ട് കുതിർന്നിരിപ്പുണ്ട്. അപ്പോൾ ആ കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം കുക്കറിലോട്ടിട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടുന്നത് ഒരു ക്യാരറ്റ്, അത് ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 5-6 പച്ചമുളക്. നമ്മളിതിൽ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, പച്ചമുളകാണ് ചേർക്കുന്നത്. അതുപോലെ ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ 5-6 പച്ചമുളക് എരിവിന്. പിന്നെ ഒരു വലിയ സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഗ്രീൻ പീസ് വേകാൻ പാകത്തിനുള്ള വെള്ളം, ഗ്രീൻ പീസിൻ്റെ മുകളിലോട്ട് നിൽക്കണം വെള്ളം, അത്രയും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ കടലയാണെങ്കിലും ഗ്രീൻ പീസ് ആണെങ്കിലും ഒക്കെ വേവിക്കാനായിട്ട് എടുക്കുമ്പോഴത്തേക്ക് ആദ്യമേ നമ്മൾ ഉപ്പ് ചേർത്ത് വേവിക്കുക. അപ്പോൾ നന്നായിട്ട് അതിൽ ഉപ്പ് പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 5-6 വിസിൽ വരുന്നവരെ വേവിക്കാം. എന്നിട്ട് പ്രഷർ നന്നായിട്ട് പോയതിന് ശേഷം 5-6 വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്യുക. പ്രഷർ നന്നായി പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. അപ്പോൾ കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അല്ലെങ്കിൽ പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക. തീയലിൻ്റെ അത്രയും മൂക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ വെള്ളം ഒക്കെ മാറി നല്ല ഡ്രൈ ആയിട്ട് ഒന്ന് നിറം പോകുന്ന ഒരവസ്ഥ ആകുമ്പോഴത്തേക്ക് എടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ച് വയ്ക്കാം ഈ തേങ്ങ. ഇനി പ്രഷറെല്ലാം പോയതിന് ശേഷം കുക്കർ തുറക്കുക. അപ്പം നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് ഈ ഒരു സ്റ്റേജിൽ ഇരിപ്പുണ്ട്. നന്നായിട്ട് വെന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറുതുറാ കിടക്കണം, കാരണം ഇനി നമ്മളൊരു വിസിലും കൂടി അടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ വെന്തിരിക്കണം, പക്ഷേ അങ്ങ് ഒരുപാട് കുഴഞ്ഞു പോകരുത്. അപ്പോൾ നിങ്ങളുടെ ഗ്രീൻ പീസ്, കയ്യിലുള്ള ഗ്രീൻ പീസ് എങ്ങനെ വേവ് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന്, അപ്പം ഞാൻ ഉപ്പ് ഇട്ട് കുറഞ്ഞു പോയി, കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, പൊടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ, അതും കൂടി നമ്മൾ വറുത്ത തേങ്ങ അതും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഫുൾ ഫ്ലെയിമിലിട്ട്, ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാൻ വെക്കാം. ഇനി നമ്മൾ നമ്മുടെ അപ്പത്തിൻ്റെ
മാവെടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസോളം കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ് അപ്പത്തിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി ആവുന്ന വരെ ഉള്ള ഒരു ലൂസ് ആവുന്ന വരെയുള്ള ഒരു പരുവം. അത്രയ്ക്കും നമ്മൾ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ ആവിയെല്ലാം പോയി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല മണമാണ് വരുന്നത്. നമ്മൾ ഈ ചിലപ്പോൾ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പം പൊറോട്ടയും വെജിറ്റബിൾ കറി എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ പീസ് കറി കൊണ്ടുവരത്തില്ലേ, ആ ഒരു ഗ്രീൻ പീസ് കറിയുടെ ടേസ്റ്റ് ആയിരിക്കും ഇതിന് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു 1/2 പിടി മല്ലി ഇലയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയായി. ഇനി ഇതിന് കടുക് വറുക്കുകയും കൂടെ വേണം, താളിക്കുകയും കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കുക. ഇതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കടുകിട്ട് പൊട്ടിക്കുക. ഇനി നമ്മൾ ഇടാൻ പോകുന്ന വെളുത്തുള്ളി ചതച്ച് വെച്ചത്, തോടോടുകൂടി ചതച്ച് വെച്ച വെളുത്തുള്ളിയാണ്. ജസ്റ്റ് ഒന്ന് ഒരു കല്ല് വെച്ചോ വല്ല ഇടിച്ച് അല്ലെങ്കിൽ ഒന്ന് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറിവേപ്പില, വറ്റൽമുളക് ഇതിട്ട് താളിച്ചതിന് ശേഷം നമ്മുടെ ഗ്രീൻ പീസിൻ്റെ മുകളിലോട്ട് ഇത് താളിച്ചത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇതങ്ങോട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് അപ്പം ചുടാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക, അടച്ച് വയ്ക്കുക, മൂടി തുറക്കുക. അതെ, നമ്മുടെ സൂപ്പർ പാലപ്പം റെഡിയായി കഴിഞ്ഞു. അടിപൊളിയായില്ലേ? അപ്പോൾ ഇനി നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ, അതായത് കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എങ്ങനെയെങ്കിലും കഴിപ്പിച്ചേ പറ്റൂ. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ കാണിക്കും. അപ്പോൾ അതുപോലെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അടുത്ത അപ്പം ചുടുമ്പോൾ ഞാനത് കാണിച്ചു തരാം. നമ്മുടെ രണ്ടാമത്തെ അപ്പവും റെഡിയായി കഴിഞ്ഞു. എന്ത് എളുപ്പത്തിന് നമുക്ക് അപ്പവും കറിയും ഉണ്ടാക്കാം നോക്കിക്കേ. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അപ്പം ചുടാം. ഇത് നമ്മുടെ പൂവ് പോലത്തെ പാലപ്പം, പാലപ്പം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുട്ടികളെ അറിയാതെ കഴിച്ചു പോകും. അവർക്കൊരു സന്തോഷമാണ്. രാവിലെ പൂവ് പോലത്തെ അപ്പം ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം ഇഷ്ടമായില്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.